നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കാലമാണ്. പലതരത്തിലുള്ള സർപ്രൈസുകളും ഉണ്ടാകാം. അത് രാഷ്ട്രീയത്തിലും ഒക്കെ സർപ്രൈസുകൾക്ക് യാതൊരു ക്ഷാമവുമില്ല. ഡൽഹിയിലെ ഒരു സർപ്രൈസ് പാർട്ടിയിൽ പങ്കെടുത്തു. പക്ഷേ ഇത്രയും വലിയ വിഷയമാകുമെന്ന് കൊല്ലം എം പി പ്രേമചന്ദ്രൻ ഓർത്തു കാണില്ല. ഉച്ചയൂണ് നേരത്താണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു ഫോൺ വിളി. ഉടനെത്തണം. എത്തിയപ്പോൾ കൊല്ലം എം പിയെ പോലെ കാര്യമറിയാതെ എത്തിയ വിവിധ പാർട്ടികളിലെ മറ്റ് 7 എം പിമാർ ഉണ്ടായിരുന്നു അവിടെ. ഒടുവിൽ പ്രധാനമന്ത്രി എത്തി. നിങ്ങളെ ശിക്ഷിക്കുവാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് പോയത് പാർലമെൻറ്റിലെ ക്യാൻറ്റീനിലേക്കാണ്. വിഭവസമൃദ്ധമായ ആഹാരത്തിനൊപ്പം മണിക്കൂറുകൾ നീണ്ട രാഷ്ട്രീയ ഒഴിച്ചു നിർത്തിയ സംഭാഷണം. പ്രധാനമന്ത്രിയുടെ വിരുന്ന് കഴിഞ്ഞ് എം പിമാർ തിരികെ വസതിയിലെത്തുന്നതിന് മുൻപ് വിരുന്നിൻ്റെ ചിത്രങ്ങളും വീഡിയോയും നാട്ടിലാകെ പാട്ടായി. അതോടെ ശിക്ഷിക്കാൻ പോകുന്നു എന്ന പ്രധാനമന്ത്രി പറഞ്ഞ കളിവാക്ക് സത്യമായ അവസ്ഥയിലായിരുന്നു. എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ BJP ബന്ധത്തിൻ്റെ തെളിവ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടാണ് രാഷ്ട്രീയ എതിരാളികൾ പ്രചാരണം കൊഴിപ്പിച്ചത്. പ്രത്യേകിച്ച് കേരളത്തിലെ CPMകാർ നോക്കിയിരിക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രനെതിരെ എന്തെങ്കിലും തൊടുത്തുവിടാൻ. കാരണം കൊല്ലത്ത് എങ്ങനെയെങ്കിലും ഒന്ന് തറ പറ്റിക്കണം. 2014-ലും 2019-ലുമായിട്ട് CPMന് എൻ കെ പ്രേമചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2024-ലെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കണമെന്ന് CPM ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ CPMകാർ അതിനെ അങ്ങ് കൊഴിപ്പിച്ചു. എം പിമാർക്കായി ഒരുക്കിയ ഉച്ചവിരുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സമീപം എൻ കെ പ്രേമചന്ദ്രൻ, ഇതൊക്കെ ആയിരുന്നല്ലോ നമ്മൾ കണ്ട ആ ചിത്രത്തിലെ. എന്താകും മോദിയുടെ വിരുന്നിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് എം പിമാരിൽ നിന്നും BJP ഉൾപ്പെടെ 5 പാർട്ടിയിലെ 8 എം പിമാരെ തെരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം? ഇതറിയണമെങ്കിൽ വിരുന്നിൽ പങ്കെടുത്ത എം പിമാരെ കുറിച്ച് അറിയണം. അതിലൊന്ന് റാം മോഹൻ നായിഡു. 2014-ൽ മോദി പാർലമെൻറ്റിലെ കന്നി അംഗമായി എത്തുമ്പോൾ അതേ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ അംഗമായിട്ടാണ് റാം മോഹൻ നായിഡു എത്തിയത്. 26-ാം വയസ്സിൽ ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് നിന്ന് ജനവിധി തേടി ജയിച്ച് ലോക്സഭയിലെത്തിയ റാം മോഹൻ നായിഡു യുവത്വത്തിൻ്റെ പ്രതീകമാണ്. തെലുങ്ക് ദേശം പാർട്ടിയുടെ ടിക്കറ്റിൽ 2019-ലും ജയിച്ചതോടെ തുടർച്ചയായി 2ാം തവണ അദ്ദേഹം ലോക്സഭയിലെത്തി. രാഷ്ട്രീയത്തിലേക്ക് ഉയർച്ചയുടെ പടവുകൾ സ്വയം വെട്ടിക്കേറിയ നേതാവല്ല റാം മോഹൻ നായിഡു. കാരണം ആന്ധ്ര രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്ന കുടുംബത്തിലായിരുന്നു ജനനം. 2014-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീകാകുളം മണ്ഡലത്തിൽ മത്സരിച്ച് 1,27,576 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു കയറി. കുടുംബരാഷ്ട്രീയത്തെ എപ്പോഴും എതിർക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ടാകാം വിരുന്ന് നൽകിയ 8 പേരിൽ ഒരാളായി റാം മോഹൻ നായിഡുവിനെ കൂട്ടിയത്? നായിഡുവിൻ്റെ സഭയിലെ പ്രകടനമാകാം വിരുന്നിലേക്ക് പ്രധാനമന്ത്രി യുവ എം പിയെ തിരഞ്ഞെടുക്കാൻ കാരണം. 17-ാം ലോക്സഭ പ്രവർത്തിച്ച 2019 മുതൽ 24 ഫെബ്രുവരി 9 വരെയുള്ള കാലയളവ് പരിശോധിച്ചാൽ സഭയിൽ റാം മോഹൻ നായിഡുവിൻ്റെ ഹാജർ 83%. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള എം പിമാരുടെ ഹാജർ ശരാശരി കേവലം 73% മാത്രമാണെന്നത് ഇവിടെ പ്രത്യേകം അറിഞ്ഞിരിക്കണം. റിതേഷ് പാണ്ഡെ ലോക്സഭയിൽ ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന അംഗമാണ്. റിതേഷ് പാണ്ഡെ ബഹുജൻ സമാജ്വാദി പാർട്ടിയിലെ യുവ നേതാവായി 42-കാരൻ ലോക്സഭയിലെ BSPയുടെ സഭാ നേതാവാണ്. ഒരു ദേശീയ പാർട്ടിയെ ലോക്സഭയിൽ നയിക്കുന്ന പ്രായം കുറഞ്ഞ നേതാവ് എന്ന ബഹുമതി റിതേഷിന് അവകാശപ്പെട്ടതാണ്. ഒരുപക്ഷെ ഇതാകാം മോദിയുടെ വിരുന്നിൽ ഇടം നേടാനും കാരണമായത്. രാഷ്ട്രീയ കുടുംബത്തിലാണ് റിതേഷ് പാണ്ഡെ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് രാകേഷ് പാണ്ഡെയും അംബേദ്കർ നഗറിൽ നിന്ന് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ലോക്സഭയിൽ MP എന്ന നിലയിൽ റിതേഷ് പാണ്ഡെയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. സഭയിൽ 93% ഹാജർ സ്വന്തമായുള്ള MP UPയിൽ നിന്നുള്ള എം പിമാരുടെ ശരാശരി ഹാജരായ 83%-ൽ നിന്ന് ഏറെ മുന്നിലാണ്. പാർട്ടിയുടെ സഭാ നേതാവ് കൂടിയായതിനാലാകണം കഴിഞ്ഞ 5 വർഷം സഭയിൽ വിവിധ വിഷയങ്ങളിൽ നടന്ന 135 ചർച്ചകളിൽ റിതേഷിൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. ഹീന ഗവിത്ത് 26-ാം വയസ്സിൽ ഒരു വൻമരത്തെ വീഴ്ത്തിയാണ് MBBS ബിരുദധാരിയായ ഹീന വിജയകുമാർ ഗവിത് ലോക്സഭയിലേക്ക് ആദ്യമായി ജയിച്ചു കയറിയത്.
മഹാരാഷ്ട്രയിലെ നന്ദൂർബാർ മണ്ഡലത്തെ 1981 മുതൽ 9 തവണ പ്രതിനിധാനം ചെയ്ത കോൺഗ്രസ് നേതാവ് മണിക് റാവുവിനെയാണ് BJP ടിക്കറ്റിൽ ഹീന 1,06,000 വോട്ടുകൾക്ക് തോൽപ്പിച്ചത്. 16-ാം ലോക്സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP എന്ന സ്ഥാനം രക്ഷാ ഖഡ്സയ്ക്കൊപ്പം മണ്ഡലത്തിലെ BJP MP പങ്കിട്ട ഹീന 2019 തെരഞ്ഞെടുപ്പിലും നന്ദൂർബാർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. BJPയുടെ ദേശീയ വക്താവ് കൂടിയായ ഹീന ഗവിത് സഭയ്ക്കുള്ളിൽ പാർട്ടിയുടെ പ്രതിരോധ സേനയിലെ കുന്തമുനയാണ്. ലോക്സഭയിലെ ഹീന ഗവിത്തിന്റെ ഹാജർ നില പരിശോധിച്ചാൽ അത് 89% എത്തി നിൽക്കും. ജയാങ് സെറിംഗ് നംഗ്യാൽ പ്രധാനമന്ത്രി വിരുന്ന് നൽകിയ 8 MPമാരിൽ BJP MP ജയാങ് തെരഞ്ഞെടുത്തതിന് പിന്നിൽ ഒന്നിലധികം കാരണം കണ്ടെത്താൻ കഴിയും. ലഡാക്കിനെ പ്രതിനിധീകരിച്ചാണ് ജയാങ് 2019 ലോക്സഭയിൽ അംഗമായത്. ഭൂവിസ്തൃതി കണക്കാക്കിയാൽ രാജ്യത്തെ ഏറ്റവും വലിയ മണ്ഡലമാണ് ലഡാക്ക്. 1,73,266 ചതുരശ്ര കിലോമീറ്ററാണ് ഈ മണ്ഡലത്തിൻ്റെ വിസ്തൃതി. ഇതിനൊപ്പം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും തന്ത്രപ്രധാന സ്ഥാനവും ലഡാക്കിനെ പ്രതിനിധീകരിക്കുന്ന MPക്ക് മോദിയുടെ വിരുന്നിൽ ഭാഗമാകാൻ അവസരമൊരുക്കിയെന്ന് കരുതാം. BJP നേതാവായ ജയാങ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചാണ് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അദ്ദേഹം MP ആകുന്നതിന് മുമ്പ് ലഡാക്ക് ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 84% ലോക്സഭയിലെ ഹാജർ നില. ഫാൻഗോൺ കൊനാക്ക് രാജ്യം സ്വതന്ത്രമായി 70 വർഷം വേണ്ടിവന്നു ഈ സംസ്ഥാനത്ത് നിന്ന് ആദ്യമായി ഒരു വനിത രാജ്യസഭയിലെത്താൻ. നാഗാലാൻഡിൽ നിന്നുള്ള MP ഫാൻഗോൺ കൊന്യാക്കിന് മോദിയുടെ വിരുന്നിൽ ഇടം നൽകിയ കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം. നാഗാലാൻഡ് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് 46 വയസ്സുകാരിയായ കൊന്യാക്ക്. രാജ്യ തലസ്ഥാനത്തെത്തിയാണ് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയത്. 2022 രാജ്യസഭാ MP ആയ കൊനാക്കിൻ്റെ 2 വർഷത്തെ സഭയിലെ പ്രകടനത്തിൽ എടുത്തു പറയേണ്ടത് ഹാജർ നിലയാണ്. 99% ഹാജർ സ്വന്തമായുള്ള ഈ MP ഇതുവരെ 43 ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ചു. സസ്മിത് പാത്ര, ഒഡീഷയിൽ നിന്നുള്ള രാജ്യസഭാംഗമായ സസ്മിത് പാത്ര ബിജു ജനതാദൾ പാർട്ടിയുടെ ചീഫ് വിപ്പ് കൂടിയാണ്. തുടർച്ചയായ 2ാം തവണയായി ഇദ്ദേഹത്തെ പാർട്ടി രാജ്യസഭയിലേക്ക് അയച്ചത്. എൽ മുരുകൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത 8 പേരിൽ ഒരാൾ കേന്ദ്രമന്ത്രിയായിരുന്നു. ലോകനാഥൻ മുരുകൻ എന്ന എൽ മുരുകൻ ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പിൽ സഹമന്ത്രിയായി പ്രവർത്തിക്കുന്ന മുരുകൻ തമിഴ്നാട് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. ഇത്തരത്തിൽ ഏറെ പ്രത്യേകതകളുള്ള പാർലമെൻറ്റിൽ ശ്രദ്ധിക്കപ്പെട്ടവരെയാണ് നരേന്ദ്രമോദി വിരുന്നിന് വിളിച്ചത്. എന്തുകൊണ്ട് ഈ വിരുന്നിന് വിളിച്ചു എന്ന് ചോദിച്ചാൽ ഇനിയും പിന്നാമ്പുറ കഥകൾ ധാരാളം വരും.